സന്ധി ചെയ്യാനോ സർക്കാർ നീക്കം എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ VS ജോയ്, എന്താണിപ്പോൾ നടക്കുന്നത്? ഒന്നാമതായി, ഈ സ്വാശ്രയ എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ അനിശ്ചിതകാല സമരമെന്ന ഭീഷണി അവസാനിപ്പിക്കുന്നു. ഒറ്റ ദിവസത്തെ സൂചനാ സമരത്തിൽ മാത്രമായി കാര്യങ്ങൾ നിർത്തുന്നു. എന്നിട്ട് ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ കൊച്ചിയിൽ വാർത്താസമ്മേളനം നടത്തുന്ന ആ സംഘടനയുടെ പുതിയ പ്രസിഡന്റ് ആവോളം വിദ്യാഭ്യാസ മന്ത്രിയെ പുകഴ്ത്തുന്നു. അദ്ദേഹത്തിലാണ് മുഴുവൻ പ്രതീക്ഷയും എന്ന് പറയുന്നു. അദ്ദേഹം മുൻകൈയെടുത്താണ് ചർച്ചയ്ക്ക് നാളെ സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത് എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. മറുവശത്ത് നെഹ്റു കോളേജ് ഇപ്പോൾ 3 പേരെ കുറ്റവാളികളായി കണ്ടെത്തി അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ പേരിന് നടപടിയെടുത്തു എന്നായി. പിന്നെ സമരമുഖത്ത് നിന്ന് പിന്മാറി ഒത്തുതീർപ്പിനുള്ള തയ്യാറെടുപ്പ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മന്ത്രി തന്നെ ചർച്ചയ്ക്ക് മുൻകൈയെടുക്കുകയും ചെയ്യുന്നു. ചർച്ചയാണോ ഇവിടുത്തെ വിഷയം? സന്ധി ഉണ്ടാക്കലാണോ ഇവിടുത്തെ അജണ്ട? ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് സ്വാശ്രയ മാനേജ്മെൻറ്റ് അസോസിയേഷൻ നടത്തിയ സമരം തന്നെ ഒരു നാടകമായിരുന്നു. നാളെ ഇവരുടെ കീഴിലുള്ള 120 കോളേജുകളിൽ എഞ്ചിനീയറിംഗ് കോളേജ് എക്സാമിനേഷൻ ആരംഭിക്കുകയാണ്. അങ്ങനെ എക്സാമിനേഷൻ ആരംഭിക്കുന്നതിൻ്റെ തലേ ദിവസം സ്വാഭാവികമായും എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിലും അവധി കൊടുക്കാറുണ്ടായിരുന്നു. ആ സ്വാഭാവിക അവധിയെയാണ് ഇവർ നമ്മുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വലിയൊരു സമരപ്രഖ്യാപനമായി ഒരു നാടകമായി അവതരിപ്പിച്ച് അങ്ങനെ സർക്കാരിനെ സമ്മർദ്ദ തന്ത്രത്തിൽ നിർത്തി ഇവർ ഇന്നലകളിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള ഈ പറയപ്പെടുന്ന വൃത്തികേടുകളും തോന്നിവാസങ്ങളും ഒക്കെ മറച്ചു പിടിക്കാൻ, അതിൽ നിന്നൊക്കെ നിയമത്തിൻ്റെ നൂലാമാലയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രം മാത്രമായിട്ടാണ് ഈ സമരത്തെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇന്നിപ്പോൾ നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിൽ വളരെ വൈകി നടപടി വന്നു. നടപടി വെറും സസ്പെൻഷനിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഇവർക്കെതിരെ ഈ സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ നടപടിയെടുക്കാമായിരുന്നു. ഇവരെ വകുപ്പ് തല അച്ചടക്ക നടപടി 6 ദിവസം, സംഭവം കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഈ വകുപ്പ് തല അന്വേഷണവും നടപടിയും വരുമ്പോൾ ഇവിടെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കുറ്റകരമായ കൃത്യവിലോപമാണ്. ഈ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു അവന് മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വാചകങ്ങൾ അടിവരയിട്ട് നിലനിൽക്കുമ്പോൾ ഇവർക്കെതിരെ ക്രിമിനൽ കേസ് എടുത്തിട്ടില്ല. ഇതുവരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടില്ല. അവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് പകരം ഈ മാനേജ്മെന്റിനെ സംരക്ഷിക്കാൻ കേരളത്തിലെ ഭരണകൂടം ശ്രമിക്കുന്നു. കേരളത്തിലെ ഭരണകൂടവും സർക്കാരും ഇതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ്. ഭരണപരവും രാഷ്ട്രീയപരവുമായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ മാനേജ്മെൻറ്റുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതിനു വേണ്ടുന്ന എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് മാനേജ്മെൻറ്റിനോട് പറയാനുള്ളത്, കേരളത്തിലെ സർക്കാരിനെ നിങ്ങൾക്ക് മണി പവറും വോട്ട് ബാങ്കും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കേരളത്തിലെ സർക്കാരിനെയും കേരളത്തിലെ കോടതികളെയും ഒക്കെ നിങ്ങൾക്ക് വരച്ച വരയിൽ നിർത്താൻ കഴിയും. പക്ഷേ കേരളത്തിലെ ഈ മാനേജ്മെൻറ്റിൻ്റെ ഈ ക്രിമിനലിസം, ഈ ഗുണ്ടായിസം, ഈ തോന്നിവാസം വിദ്യാർത്ഥി സംഘടനകളുടെ മുമ്പിൽ വിലപ്പോവില്ല എന്ന് അടിവരയിട്ട് സൂചിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. വിദ്യാർത്ഥി സംഘടനകൾക്ക് എല്ലാവിധ പരിമിതികളുമുണ്ട്. പക്ഷേ ആ പരിമിതികളോടൊക്കെ തന്നെ പടവെട്ടിക്കൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ നിലയുറപ്പിക്കും. ഇത്തരത്തിലുള്ള പരാതികൾ കേൾക്കുവാനുള്ള സെല്ലുകൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ശരി ജോയ്, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ജെയ്ക് സി തോമസ്, നിങ്ങൾ സമരം ചെയ്തത് നാളെ ഈ മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളും വിദ്യാഭ്യാസ മന്ത്രിയുമായി ഒരു മുഖാമുഖം ചർച്ച നടത്തുന്നതിന് വേണ്ടിയായിരുന്നോ? SFI സമരം ചെയ്തത് ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റോ മന്ത്രിസഭയോ തമ്മിൽ ഒരു വട്ടപേശ സമ്മേളനം നടത്തുന്നതിന് വേണ്ടിയിട്ടല്ല SFI സമരം ചെയ്തത്. അക്കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. പക്ഷേ ഇവിടെ ചിലരുടെ ഇപ്പോൾ VS ജോയുടെ ഉൾപ്പെടെയുള്ള സംസാരങ്ങൾ കേട്ടാൽ തോന്നും ഇവിടെ സർക്കാർ എന്തോ മാനേജ്മെൻറ്റുകളുടെ പിണിയാളുകളായി പ്രവർത്തിക്കുന്നു, അങ്ങനെയൊക്കെ തോന്നും. ഒരു സംശയം വേണ്ട ശ്രീ VS ജോയ്, ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനോട് ആഭിമുഖ്യം പുലർത്തുന്ന വിദ്യാർത്ഥി സംഘടനയായ SFI തുടരുമ്പോൾ തന്നെ ഭരണത്തിൻ്റെ തണലിലല്ല, ഞങ്ങൾ ആര് ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല, ഞങ്ങൾ നിഷ്കരുണം നിർദ്ദയം ഒരു ക്യാമ്പസിലൊരു ഇടിമുറിയുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ KSU പ്രവർത്തകരോ ABP പ്രവർത്തകരും ക്യാമ്പസിന് പുറത്ത് വന്ന് സമരം ചെയ്തപ്പോൾ അതിനുള്ളിൽ കയറി കൊടിനാട്ടിയ പ്രസ്ഥാനമാണ് SFI. അതുകൊണ്ട് ഞങ്ങൾക്കൊരു മാനേജ്മെന്റിന്റെയും ഭയമുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം മറ്റക്കരയിൽ പുതുപ്പള്ളി ശ്രീ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ ക്രൂരമായ റാഗിംഗ്, എവിടെ പോലീസ് സംരക്ഷണം? ആർക്കാണ് പോലീസ് സംരക്ഷണം ഇല്ലാതിരുന്നത്? അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഇടപെടൽ എന്നത്, ഒരു നിമിഷം ജോയ്, ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഇടപെടൽ എന്നത് മാനേജ്മെന്റുകളെ ചർച്ചയ്ക്ക് വിളിക്കലാണ്.
അതാണോ ഈ സർക്കാർ ഈ ഘട്ടത്തിൽ എടുക്കേണ്ട നടപടി? ഞാൻ സർക്കാരിന്റെ വ്യക്തമായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ശ്രീ വേണു, നിങ്ങൾ പറഞ്ഞതിൽ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യമുണ്ട്. സർക്കാരിന്റെ ഇടപെടൽ എന്നത് മാനേജ്മെന്റുകളെ ചർച്ചയ്ക്ക് വിളിക്കൽ മാത്രമായിരുന്നില്ല. സർക്കാർ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു. ഒന്ന്, രക്തസാക്ഷിത്വത്തോളം ഒരു ആത്മഹത്യക്ക് ഇരയാക്കപ്പെട്ട ജിഷ്ണു എന്ന് പറയുന്ന കുട്ടിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. അതേപോലെ തന്നെ കേരളത്തിലെ 155-ലധികം വരുന്ന സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം പ്രത്യേകമായി സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. പരാതികൾ കേൾക്കുവാനും സ്വീകരിക്കാനും പരിഹരിക്കപ്പെടാനും വേണ്ടി പോവുകയാണ്. അതേപോലെ തന്നെ സാങ്കേതിക സർവകലാശാലയുടെ കീഴിൽ ഓംബുഡ്സ്മാന്റെ അധികാരത്തോടു കൂടി അതിന്റെ മഹാത്മ്യമൊക്കെ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. ജയിക്ക് ഇപ്പോൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രതിനിധി TJ പൗലോസ് ടെലിഫോൺ ലൈനിൽ. ശ്രീ TJ പൗലോസ്, അസൗകര്യമുണ്ടെങ്കിലും ഈ ചർച്ചയിൽ ഉടനീളം താങ്കൾ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാളെ വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടത്താനിരിക്കുകയാണല്ലോ. എന്താണ് വിദ്യാഭ്യാസ മന്ത്രിയും നിങ്ങളും ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം? വളരെ വ്യക്തമായിട്ട് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ അസോസിയേഷൻ 120 കോളേജുകളുടെ ഒരു അപ്പെക്സ് ബോഡിയാണ്. ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവ് പവർ ഒന്നുമില്ല, ഉപദേശക പവർ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ഡിസംബർ 27-ാം തീയതിയാണ് ഞങ്ങൾ അധികാരം ഏറ്റെടുത്തത്. ഞങ്ങളുടെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇന്നലെ തീരുമാനിച്ചത്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പല വിഷയങ്ങളും തീരുമാനിക്കാനുണ്ട്. ഓഫീസ് ബേറേഴ്സിനെ സെലക്ട് ചെയ്യാനുണ്ട്. ഞങ്ങള് ഒരു മീറ്റിംഗ് ഞങ്ങളുടെ ഓഫീസ് നാളെ വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഏതൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ശ്രീ പൗലോസ്? ഞാൻ പറഞ്ഞു വരട്ടെ. ഞങ്ങൾ മീറ്റിംഗ് ഇന്നലെ കൂടുന്നതിന് മുമ്പ് തന്നെ KSU എന്നുള്ള ലേബലില് കുറെ ആൾക്കാർ വന്ന് ഞങ്ങളുടെ ഓഫീസ് അടിച്ചു തകർക്കുകയുണ്ടായി. ഞങ്ങൾ 16ഓളം മാനേജർമാര് ഓഫീസിനകത്തായിരുന്നു. ഭാഗ്യവശാല് മെയിൻ ഡോർ ലോക്കായി പോയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഞങ്ങൾക്ക് സമാധാനപരമായിട്ട് മീറ്റിംഗ് കൂടാനും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും വിശകലനം ചെയ്യാനും ഉള്ള ഒരു സാഹചര്യം ഇല്ലാതെ വരുമ്പോൾ ഞങ്ങളുടെ 120 കോളേജിനെയും അടിച്ചു തകർക്കുന്ന ഒരു സെറ്റപ്പിലേക്കാണ് ഞങ്ങളത് കണ്ടത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് പോലീസിനെ വിളിച്ച് ഞങ്ങൾക്ക് സംരക്ഷണം വേണമെന്ന് പറയാനും അവർ കൃത്യസമയത്ത് എത്തുകയും ചെയ്തു. ഞങ്ങളുടെ സമാധാനപരമായിട്ട് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക്. ശ്രീ പൗലോസിന്റെ ചോദ്യത്തിന് മറുപടി ഈ നാൾ വഴി കഥയല്ല കേൾക്കേണ്ടത്. ഇവിടെ നാളെ വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ചയുണ്ടല്ലോ, എന്താണ് ചർച്ച? സമാധാനപരമായിട്ട് ഞങ്ങളുടെ കോളേജുകൾ നടത്താനുള്ള സംവിധാനം ഈ ഭരണകൂടം ഒരുക്കി തരണം. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ നെഹ്റു കോളേജിലെ സംഭവം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന അടിസ്ഥാനത്തിലല്ല ഈ വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള കോളേജിലെയും അല്ലെങ്കിൽ മറ്റു കോളേജുകളെയും പ്രത്യേക സ്പെസിഫിക് ആയ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഞങ്ങൾ നാളെ മന്ത്രി ഞങ്ങൾ വിളിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ കോളേജുകള് 120 കോളേജ് ഉണ്ട്. അത് സമാധാനപരമായിട്ട് നടത്തിക്കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. തെറ്റ് ചെയ്തവരെ അത് അന്വേഷണം നടത്തി അതിന് യുക്തമായ നടപടിയെടുക്കാനുള്ള സംവിധാനങ്ങൾ ഭരണകൂടത്തിനുണ്ട്. അത് അവർ ചെയ്തുകൊണ്ടിരിക്കും. ദേവിദ് ടെലിഫോൺ ലൈൻ തുടരുക. ജയ്ക്ക്, ഇതാണ് നാളത്തെ ചർച്ചയുടെ അജണ്ട. ഹലോ ജയ്ക്ക്, ഇതാണ് നാളത്തെ ചർച്ചയുടെ അജണ്ട. നിങ്ങളിൽ നിന്ന് ജീവൻ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം സർക്കാരിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നാളെ TJ പൗലോസ് അടക്കമുള്ള ഈ എഞ്ചിനീയറിംഗ് അസോസിയേഷന്റെ ഭാരവാഹികൾ വിദ്യാഭ്യാസ മന്ത്രിയെ കാണുന്നത്. അതിനുള്ള അനുമതിയാണ് വിദ്യാഭ്യാസ മന്ത്രി നൽകിയിരിക്കുന്നത്. ശ്രീ മാനേജ്മെന്റ് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ് ശ്രീ VJ പൗലോസിന് അതിനുവേണ്ടിയാണെങ്കിൽ ഞാൻ കേരളത്തിലെ ഏറ്റവും പ്രബുദ്ധമായ പ്രഖ്യാപിത വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹി എന്നതിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങളുടെ ജീവന് ഭീഷണിയൊന്നും എന്തായാലും ഇവിടെ ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ അസോസിയേഷന് കീഴിൽ ഇടിമുറികളും 48-58 CCTV ക്യാമറകളുമായി കേരളത്തിൻ്റെ മണ്ണിൽ നിങ്ങൾ ഇനി ഒരു സ്വാശ്രയ കോടതി നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി സമ്മതിക്കില്ല. അതിനിപ്പോൾ നിങ്ങൾ എത്ര വലിയ ആളുകളുമായി, എത്ര വലിയ ഉദ്യോഗസ്ഥരുമായി, ഏത് മന്ത്രിസഭയുമായി ചർച്ച നടത്തിയാലും എനിക്കതറിയാവേണ്ട കാര്യമില്ല. SFIയുടെ പ്രഖ്യാപിത നിലപാട് ഇതാണ്. നിങ്ങൾ ആരുമായി ചർച്ച നടത്തി ഏത് പട്ടാളത്തിൻ്റെ സംരക്ഷണം വാങ്ങിച്ചാലും ഇടിമുറികളും CCTV ദൃശ്യങ്ങളും വിദ്യാർത്ഥികളുടെ അക്കാഡമിക് ജീവിതങ്ങളെ തകർക്കുന്ന കേന്ദ്രങ്ങളുമായി ഇനിയൊരു സ്വാശ്രയ കോളേജും കേരളത്തിൻ്റെ മണ്ണിൽ പ്രവർത്തിക്കാൻ SFI അനുവദിക്കില്ല. അതിനുശേഷം നിങ്ങൾ എന്ത് ചർച്ച ചെയ്ത് തീരുമാനിച്ചാലും സ്വാഗതാർഹമാണ്. ശ്രീ ജേക്സി തോമസ്, നമുക്ക് ഇങ്ങനെ ശക്തമായ വാചകങ്ങൾ ഒരു പ്രക്ഷോഭകാരിയുടെ ശരീരഭാഷയോടെ
ഇങ്ങനെ ഉറക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സർക്കാർ കൈക്കൊള്ളുന്ന നടപടിയുടെ സ്വഭാവം എന്താണ് എന്നതാണ്. ഇവിടെ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് ഈ മാനേജ്മെൻറ്റുകളുടെ പരാതി കേൾക്കാനാണ് തീരുമാനമെന്ന നിലയിൽ. മാത്രവുമല്ല, സ്വാഭാവികമായും ജോയിയെയും ജയിക്കിനെയും ഒക്കെ വിളിക്കേണ്ടേ? നിങ്ങളല്ലേ ഈ പ്രക്ഷോഭത്തിൻ്റെ മുൻനിര പോരാളികൾ. ഇത് നിങ്ങളുടെ എന്തെങ്കിലും ഒരു സ്വകാര്യ ആവശ്യത്തിൻ്റെ പുറത്തല്ലല്ലോ ഈ സമരമുഖത്ത് നിങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ പൗലോസിന് സാമ്പത്തിക നഷ്ടമുണ്ട്, അവരുടെ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം ഉണ്ടാകുന്നുണ്ട്, അവരുടെ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിലെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊന്നുമല്ല ജയിക്കിനും ജോയിക്കുമുള്ളത് വിശാലമായ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അവകാശ സംരക്ഷണം എന്ന ആഹ്വാനമാണ്. അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങളുടേത്. എന്തുകൊണ്ടാണ് നിങ്ങൾ നാളെ അസ്വീകാര്യരായത്? ശ്രീ വേണു സൂചിപ്പിച്ച ചോദ്യത്തിനുള്ള മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ വേണു പറഞ്ഞു പ്രക്ഷോഭകാരിയുടെ വാക്കും പ്രവൃത്തിയും മാനർസവും ഇവിടെ വേണ്ടതെന്ന്. ശ്രീ വേണു, നമ്മൾ തൊലിപ്പുറത്തെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. എന്തായിരുന്നു നമ്മുടെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട വിദ്യാർത്ഥി വർഗത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? മിടുക്കരായ, ഒരു ചോദ്യവും ചോദിക്കാതെ വിശ്വസ്ത വിധേയരായ, പറഞ്ഞു പഠിപ്പിക്കുന്ന, മനഃപ്പാടമാക്കിയ മറുപടി ഏതുറക്കത്തിലും വിളിച്ചു ചോദിച്ചാൽ മനഃപ്പാടമായി പറയുന്ന ഒരു അക്കാഡമിക് ഫാം കണക്കെ നമ്മുടെ നാട്ടിലെ സ്വാശ്രയ കോളേജുകൾ മറുവശത്തിരിക്കേണ്ടത് നിങ്ങളാണ് എന്നെന്തുകൊണ്ട് ഈ സർക്കാരിന് ബോധ്യം വരുന്നില്ല? ഞാൻ അതിലേക്കാണ് വരുന്നത്. നിങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് നാളത്തെ യോഗത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളെ വിളിച്ചില്ല എന്ന്. KSUവിൻ്റെ അവരുടെ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ വിദ്യാഭ്യാസ മന്ത്രിയെ ഔദ്യോഗികമായി ഇതിൻ്റെ പരാതി അറിയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും SFI സംസ്ഥാന കമ്മിറ്റി നേരിട്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഇതിൻ്റെ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 4 ദിവസക്കാലത്തിനകം ഈ നാട്ടിലെ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്ത് വെച്ച് വിദ്യാർത്ഥി സംഘടനകൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് കേൾക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന വിവരം. ശ്രീ VS ജോയ് പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല, അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിവരം ലഭിച്ചിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. അത് വ്യക്തമാക്കേണ്ടത് അദ്ദേഹമാണ്. ജോയി പരാതി കൊടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പടിക്ക് പുറത്തായിരിക്കുമോ നിങ്ങളുടെ നിൽപ്പ്? അല്ല, ഞങ്ങൾ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു പരാതി ഒരു പരിഭവേ ഉള്ളൂ. ഞങ്ങൾ സമരം നയിച്ചു. ഞങ്ങളുടെ പ്രവർത്തകർ ഇന്ന് നെഹ്റു കോളേജിന്റെ കണ്ണൂർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഞങ്ങളുടെ പ്രവർത്തകർക്കെതിരെ സ്വമേധിയ പോലീസ് PDPP ആക്ട് ഇട്ട് നോൺ വയലബിൾ ഒഫൻസ് ഇട്ട് പ്രകാശ വേഗത്തിൽ കേസെടുക്കുകയാണ്. പക്ഷെ ഇവിടെ പ്രതികളായ കോളേജ് മാനേജ്മെന്റിനെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ല. കൊലക്കുറ്റത്തിന് കേസെടുത്തില്ല, ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പോലും എതിരെ കേസെടുത്തിട്ടില്ല. പക്ഷെ സമരം ചെയ്ത ഞങ്ങൾക്കെതിരെയൊക്കെ എല്ലായിടത്തും മാനേജ്മെന്റിന് പരാതിയില്ല, കോളേജ് മാനേജർമാർക്ക് പരാതിയില്ല. പക്ഷേ ഇവിടെ സർക്കാരിനാണ് പരാതി. പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. ഇന്ന് കണ്ണൂരിൽ ഞങ്ങളുടെ 10ഓളം പ്രവർത്തകർ റിമാൻഡിൽ പോവുകയാണ്. ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല. ഭരണകൂടം ഈ പറയപ്പെടുന്ന സ്വാശ്രയ മാനേജ്മെന്റിന് ഒത്താശ ചെയ്യുകയാണ്, ഓശാന പാടുകയാണ് എന്ന ഞങ്ങളുടെ ആരോപണത്തിന് അടിവരയിടുന്ന നടപടിക്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഈ മാനേജ്മെന്റിനെ മൂക്കുകയറിടാൻ കേരളത്തിലെ സർക്കാർ തയ്യാറാവണം. അവർക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കാൻ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം തയ്യാറാണ്. ഗവൺമെന്റ് ചർച്ചയ്ക്ക് വിളിക്കട്ടെ, ഞങ്ങൾ ചർച്ചയ്ക്ക് ചെല്ലാൻ തയ്യാറാണ്. പക്ഷേ ഇവിടെ ചർച്ച വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ ചർച്ചയിൽ വരും. അതുകൊണ്ട് അത്തരം ഒരു ചർച്ച ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നലെ ഇവർ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ നാളെ ഈ മാനേജ്മെന്റുകളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് സർക്കാർ. എന്ത് സന്ദേശമാണ് സർക്കാർ ഇതുവഴി നൽകുന്നത് ഈ സമൂഹത്തിന്? ഇവിടെ ഈ മാനേജ്മെന്റിനെതിരെ ഏതെങ്കിലും തരത്തിൽ കർക്കശമായ നടപടി ഈ 5-6 ദിവസമായി കണ്ടിട്ടില്ല സംഭവിക്കുന്നതായി. അതിനുശേഷം ഇവരെ നാളെ ചർച്ചയ്ക്ക് വിളിക്കുകയാണ്. മറുവശത്ത് ഇതിൻ്റെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടിയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോട് നിഷേധാത്മകമായൊരു സമീപനവും സർക്കാർ പുലർത്തുകയാണ്. ഒരു വശം മാത്രം അറിഞ്ഞാൽ മതി എന്നൊരു നിലപാട് ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലേക്കായിരിക്കാം ഈ വിദ്യാർത്ഥി സംഘടനകളുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ടാവുക. സർക്കാരിൻ്റെ ഖജനാവിൽ അനന്തമായ സമയമുണ്ടാകും. പക്ഷേ അത് നൽകുന്ന സന്ദേശം സ്വാഭാവികമായും വിലയിരുത്തപ്പെടും. അങ്ങനെയെങ്കിൽ നാളെ 1-ാം ദിനം എന്ത് സന്ദേശമാണ് സർക്കാരിൻ്റെ ഈ നടപടി മുന്നോട്ട് വയ്ക്കുന്നത്? വേണു ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ VS ജോയി പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു വിശദീകരണം വേണം. അദ്ദേഹത്തിൻ്റെ വളരെ ധാർമ്മിക രോക്ഷം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് നിലയിൽ അദ്ദേഹം പറഞ്ഞു,
മണി പവറും മസിൽ പവറും കൊണ്ട് സർക്കാരിനെയും കോടതികളെയും വിലക്കെടുക്കാൻ മാനേജ്മെൻറ്റുകൾക്ക് കഴിയുമെന്ന ഒരു പ്രതിപാദനം നടത്തി. ഞാൻ എൻ്റെ എല്ലാ ബഹുമാനവും സ്നേഹവും ഒക്കെ അദ്ദേഹത്തിനോട് നിർത്തിക്കൊണ്ട് പറയട്ടെ, കേരളത്തിലെ കോടതികൾ മസിൽ പവറും മണി പവറും കൊണ്ട് മാനേജ്മെൻറ്റുകൾക്ക് വിജയം നേടിയെടുക്കാം എന്നൊരു ധാരണ ശ്രീ ജോയിക്കുണ്ടെങ്കിൽ അത് തിരുത്തണം. അങ്ങനെ എവിടെയെങ്കിലും ഒരു മസിൽ പവറിലൂടെയോ മണി പവറിലൂടെയോ മാനേജ്മെൻറ്റുകൾ ഒരു വിജയം നേടിയാൽ ഞാൻ ഇവിടെ വെച്ച് ഞാൻ ജോയിക്ക് വാക്കുകൊടുക്കുന്നു, കഴിഞ്ഞ 20 വർഷമായി അഭിഭാഷകനായി തുടരുന്ന ഞാൻ അതിനെ ചോദ്യം ചെയ്യാൻ ഒരു പൈസ പോലും വാങ്ങാതെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഞാൻ നൽകുന്നു. അത് ഞാൻ എൻ്റെ നിലപാട് വിശദീകരിക്കുകയാണ്. ഇനി രണ്ടാമത് ചോദ്യത്തിന് ഉത്തരം. എനിക്ക് തോന്നുന്നു പാമ്പാടിയിൽ ജിഷ്ണു പ്രണോയിയുടെ മരണം ഒരുപക്ഷേ സ്വാശ്രയ മാനേജ്മെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള വഴിവിട്ട പ്രവർത്തനത്തിൻ്റെ ഒരു മാഫിയ സംസ്കാരത്തിൻ്റെ ഉടമകളായി പലപ്പോഴും നമ്മുടെ സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ മാറുന്നു. എനിക്ക് തോന്നുന്നു സ്വാശ്രയ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചില കേസുകൾ നടത്തിയ ഒരു അഭിഭാഷകൻ നിലയിൽ നല്ലൊരു ശതമാനം മാനേജ്മെൻറ്റുകൾ നന്നായി അവരുടെ പ്രവർത്തനം കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷം പേരും ലാഭവിഹിതം എന്ന ഒറ്റ ചിന്ത വളരെ വളരെ പ്രധാനമായി നമ്മൾ കാണേണ്ട വിദ്യാഭ്യാസത്തിൻ്റെ നോബിൾ കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പവിത്രമായ സങ്കല്പങ്ങളെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെ മാറ്റിവെച്ച് മാർക്കറ്റബിലിറ്റിയും പണമുണ്ടാക്കലുമായി നമ്മുടെ സ്വാശ്രയ മാനേജ്മെൻറ്റ് മാറിയതിൻ്റെ രക്തസാക്ഷിയാണ് ശ്രീ ജിഷ്ണു പ്രണോയ്. ഒരുപക്ഷേ ജിഷ്ണു പ്രണോയിയുടെ മരണം കേരളത്തിലെ സ്വാശ്രയ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ കടിഞ്ഞാണിടാനുള്ള ഒരു അവസരമായി ചരിത്രം മാറുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി അക്കാര്യത്തിൽ വളരെ ശക്തമായ ഇടപെടൽ നടത്തിയെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. വേണു ചോദിച്ച ചോദ്യം സ്വാശ്രയ മാനേജ്മെൻറ്റുകളെ മാത്രം ചർച്ചയ്ക്ക് വിളിച്ചു. ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നത്തിന് ഉത്തരം പറയേണ്ടതും പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കേണ്ടതും മുൻപോട്ട് തെറ്റുകൾ തിരുത്തി പോകേണ്ടതും മാനേജ്മെൻറ്റുകളാണ്. അപ്പോൾ മാനേജ്മെൻറ്റുകളായി ചർച്ച ചെയ്തതിന് ശേഷം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, എൻ്റെ പ്രിയ സുഹൃത്ത് ജോയിയും ജയിക്കും അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും വിളിച്ച് അവർക്ക് പറയാനുള്ള കേട്ടതിന് ശേഷം മൊത്തത്തിൽ മാനേജ്മെൻറ്റുകളെ നിയന്ത്രിക്കാനും സ്വാശ്രയ വിദ്യാഭ്യാസത്തിന് പുതിയ ദിശാബോധം നൽകാനും ഈ സർക്കാരിന് കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ആ രീതിയിലായിരിക്കണം. അതിലേക്കൊക്കെ വരാം. ജയിക്കും ആദ്യം ഊന്നിയത് അതിലാണ്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ആവണീശ്വരം രാജശേഖരൻ, ഇവിടെ കുറ്റവാളികളുടെ ഭാഗം ആദ്യം കേൾക്കുകയാണ് സർക്കാർ. അതൊരു വിശാലമായ മനസ്സാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മറ്റു പരാതിക്കാരെ ബോധപൂർവം ഒഴിവാക്കുന്നൊരു സമീപനം കൂടി സർക്കാർ പുലർത്തുന്നുണ്ടോ എന്നതാണ് സംശയം. അങ്ങനെ വരുമ്പോഴാണ് അതൊരു വിശാല മനസ്സല്ല, അതൊരു പക്ഷം പിടിക്കലാണ് എന്നും അത് നീതി നിർവഹണമല്ല നീതി നിഷേധമാണ് എന്ന സംശയവും ഉയരുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയെ കാണാൻ പോയല്ലോ. ഈ ടോംസ് കോളേജുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ അദ്ദേഹം വരിക പോലും ഉണ്ടായില്ല.